ഞാൻ ഈ സിറ്റി വരെ ഒന്ന് പോവാ. 2 ദിവസമായി വന്നിട്ട്. പ്രോപ്പർട്ടി ഓ മാമന്റെ വീട്ടിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എടാ കണ്ണാപ്പി മാമ എന്നാണോ പട്ടിന്ന് വിളിച്ചേ? അതല്ലടാ, ഒറിജിനൽ പട്ടിയാ. ആട്ടെ, നീ എന്നാ ഗൾഫിൽ നിന്ന് വന്നേ? ഞാൻ 2 ദിവസമായി. ചോറും പെർഫ്യൂം കൊടപയർ തനി ഗൾഫുകാരനായി. മാമൻ എന്നാ മോശമാണോ? മുടിയൊക്കെ പോയി മറ്റേ ഒളിവിൽ പോയ നടന്ന പോലെ ആയല്ലോ. അത് വിട്, വല്ലതും കൊണ്ടുവന്നുണ്ടോ? ഇല്ല, നിർത്തി. ഞാൻ ഇപ്പൊ കടിക്കണമില്ല, ആർക്കും വാങ്ങി കൊടുക്കണമില്ല, ഒക്കെ നിർത്തി വെച്ചേക്കാം. കണ്ണാപ്പി നീ ചതിക്കരുത്. നിന്നെ കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷ ഉള്ളതെന്നറിയോ മാമന്? പ്രതീക്ഷ ഞാൻ പോകാൻ നേരത്തെ ഇത്തിരി കാശ് വെച്ചപ്പോൾ ഈ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ലോ. എന്റെ പൊന്ന് മാമ അടിയൊക്കെ നിർത്ത്, വയറൊക്കെ ഇരിക്കണമൊക്കെ ആരോഗ്യം പോകും. മാമന് ഷുഗറും ഉള്ളതല്ലേ. ഞാൻ ഒരു കാര്യം പറയാം. യൂണിവേഴ്സിറ്റി ഓഫ് ഏതാണ്ടോയിൽ പ്രൊഫസർ ആരാണ്ടോയും സംഘവും നടത്തിയൊരു പഠനമുണ്ട്. എന്തോന്ന് യൂണിവേഴ്സിറ്റി? ഏതാണ്ടോ യൂണിവേഴ്സിറ്റിയിൽ ആരാണ്ടോ നടത്തിയൊരു പഠനം. ആ പരീക്ഷണത്തിൽ ശാസ്ത്രജ്ഞന്മാരൊരു കഴുതയുടെ മുമ്പിൽ ഒരു പാത്രം വെള്ളവും ഒരു പാത്രം റമ്മും, ഓൾഡ് മക മാമന്റെ റമ്മു തന്നെ, റമ്മും കൊണ്ടുവച്ചു. എന്നിട്ട് 24 മണിക്കൂർ അവർ ഒബ്സർവ് ചെയ്തു. ഈ കഴുത ഇതിൽ ഏത് കുടിക്കും ഏത് കുടിക്കില്ല. ഓഹോ, ആ 24 മണിക്കൂർ ഒബ്സർവേഷനിൽ ആ കഴുത എന്താ കാണിച്ചെന്നറിയാമോ? എന്ത് കാണിച്ചു? നീ പറയാൻ എങ്ങനെ ഞാൻ അറിയണേ? ആ കഴുത വെള്ളം മാത്രമേ കുടിച്ചു. ആ ഓൾഡ് മങ്ക് എന്ന് പറഞ്ഞ മദ്യം ഉണ്ടല്ലോ, ആ കഴുത തൊട്ടില്ല. ഇതിൽ നിന്ന് മാമൻ എന്ത് മനസ്സിലായി? പറയൂ മാമ, പറയൂ. എന്ത് മനസ്സിലാക്കാൻ? മദ്യം കുടിക്കാതെ വെള്ളം മാത്രം കുടിച്ച് നടക്കുന്നവൻ കഴുത. കഴുത, അതല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, നീ വന്നേ. ഇത്ര സന്ദർഭങ്ങളിലാണ് രണ്ടെണ്ണം അടിക്കുന്നത്. ആ കൺഫ്യൂഷൻ തീർന്നു കിട്ടും, കാര്യം മനസ്സിലാവും. കുറ്റിയൊക്കെ നല്ല വെള്ളിടി വെട്ടിയതുപോലെയാവും. ഞാനിപ്പോ ഓൾഡ് മങ്ക് അല്ലാട്ടോ, ജവാനാ. ഈ ഓൾഡ് മങ്ക് അടിച്ചാലുണ്ടല്ലോ ഒരുമാതിരി പ്രായം ചെന്ന സന്യാസി പോലെ വളഞ്ഞു ഇരിക്കത്തേ ഉള്ളൂ. ജവാൻ അടിച്ചാൽ രാവിലെ പട്ടാളക്കാരനെ പോലെ നല്ല ജില്ല അത്ര